السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഏറ്റവും പുണ്യപൂർണമായ വിശുദ്ധ റമദാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും പ്രാർത്ഥനാ നിരതമായ മനസ്സുകളോടെയാണ് ഈ മാസത്തിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ ധാരാളം അധികരിപ്പിക്കുവാനാണ് ഈ മാസത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബഖറ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന നിയമവും റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് നോമ്പുകാർ രാത്രിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകളുമൊക്കെ പറയുന്നതിൻ്റെ ഇടക്കുള്ള ഒരായത്തിലാണ് അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ദുആഇന്റെ പ്രാധാന്യത്തെ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിശുദ്ധ റമദാനിൻ്റെയും നോമ്പിൻ്റെയും വിധിവിലക്കുകൾ പറയുന്നതിൻ്റെ ഇടക്ക് തന്നെ ഈ ദുആയുടെ പ്രാധാന്യം എടുത്തു പറയുന്നതിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ശഹ്റു ദുആ ആണ്, പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ അഥവാ ഐഹികവും പാരത്രികവുമായ നന്മകൾ നേടിയെടുക്കുവാൻ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ ഈ മാസത്തിൻ്റെ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ചില ആളുകളൊക്കെ വിശുദ്ധ റമദാനിൽ ചില നിശ്ചിത പ്രാർത്ഥനകൾ പ്രത്യേകമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിശുദ്ധ റമദാനിൻ്റെ 30 ദിവസങ്ങളെ 3 പാർട്ടാക്കി ഭാഗിക്കുകയും ആദ്യ 10 നാം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്ന നിലക്ക്, 2-ാം 10 നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എന്ന നിലക്ക്, അവസാന 10 നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എന്ന നിലക്ക് പ്രാധാന്യപൂർവം കാർഡുകളിലും വാട്സപ്പ് മെസ്സേജുകളിലുമൊക്കെയായി ചില പ്രാർത്ഥനകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശുദ്ധ റമദാനിലെ ഇന്ന ദിവസത്തിൽ നിങ്ങൾ ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏക പ്രാർത്ഥന മാത്രമേയുള്ളൂ. അതേതാണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിട്ടുണ്ട്, ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ ഏറെ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യലും വിട്ടുവീഴ്ച ചെയ്യലും ഒക്കെ നിനക്ക് ഏറെ ഇഷ്ടമാണല്ലോ. ആകയാൽ ഫഅഫു അന്നീ, നീ എന്നോട് മാപ്പാക്കണം, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം, നീ എന്നോട് പുറത്തു തരണം എന്നുള്ളത് പറഞ്ഞുകൊള്ളാൻ ആ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ പറയേണ്ടുന്ന പ്രാർത്ഥന മാത്രമാണ് ഒരു പ്രത്യേക പ്രാർത്ഥന എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാമുഖമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിയേണ്ടത്, റമദാൻ അങ്ങ് പിറന്നാൽ ആളുകൾ എന്തു ചെയ്യും? റമദാനിന്റെ ആദ്യത്തെ 10 കഴിയുവോളം അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ നീ എന്നെ ധാരാളമായി എന്നോട് കരുണ ചെയ്യണമേ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറെ കരുണ ചെയ്യുന്നവനേ. അർത്ഥത്തിൽ വല്ല തകരാറുണ്ടോ? ഇല്ല. 2-ാമത്തെ 10 അവര് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ, റബ്ബുൽ ആലമീനായവനേ. അർത്ഥത്തിൽ തകരാറുണ്ടോ? ഒന്നുമില്ല. 3-ാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ നീ എന്നെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണമേ, നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇങ്ങനെ 3 പ്രാർത്ഥന 3 പത്തുകളിലാക്കി വിഭജിച്ച്
ഇങ്ങനെ ആദ്യ പത്തിൽ, രണ്ടാം പത്തിൽ, മൂന്നാം പത്തിൽ എന്ന നിലക്ക് പലരും പ്രചരിപ്പിക്കുകയും അത് വലിയ പുണ്യം എന്ന നിലക്ക് പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് ചൊല്ലി വരുന്നുമുണ്ട്. സഹോദരങ്ങളെ, ചില തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടായതാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ. എന്താണത്? ചില ഹദീസുകൾ എന്ന പേരിൽ, അഥവാ അത് സ്വഹീഹായ ഹദീസ് അല്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആണ് അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കുറ്റമറ്റ നിലക്ക് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് സനദിൽ ദുർബലതയുള്ള ലഈഫായ ഒരു ഹദീസ് പറയപ്പെടാറുണ്ട്. അതെന്താണ്? റമളാൻ മാസത്തെക്കുറിച്ച് വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ഇതാണ് പറയപ്പെടുന്ന ഹദീസ്. എന്താ അതിൻ്റെ അർത്ഥം? ആ റമളാൻ മാസം അതിൻ്റെ ആദ്യ ഭാഗം കാരുണ്യത്തിൻ്റെ, റഹ്മത്തിൻ്റെ മാസമാണ്. വഔസതുഹു അതിൻ്റെ മിഡിൽ, അതിൻ്റെ മധ്യഭാഗം മഗ്ഫിറത്തുൻ പാപമോചനത്തിൻ്റെ 10 ദിവസങ്ങളാണ്. വആഖിറുഹു അതിൻ്റെ അവസാന നാളുകൾ ഇത്ഖും മിനന്നാർ നരകത്തിയിൽ നിന്ന് മോചനം നടക്കുന്ന നാളുകളുമാണ്. ഇതാണ് പറയപ്പെടുന്ന ഒരു ഹദീസ്. സഹോദരങ്ങളെ, ഹദീസ് നിരൂപകന്മാരായ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ ഹദീസ് ലഈഫാണ്, ഈ ഹദീസ് ഇതുപോലെയുള്ള ഹദീസുകൾ കൊണ്ടൊന്നും നമ്മൾ തെളിവ് പിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് സഹീഹാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ എന്തു ചെയ്തു? ഇതിൻ്റെ ആദ്യത്തെ 10, വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 കാരുണ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനൊപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാക്കി. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നീ എനിക്ക് കരുണ ചെയ്യണേ. രണ്ടാം 10 പാപമോചനത്തിന്റെ 10കളാണ്. അപ്പോൾ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാക്കി. അവസാനത്തെ 10 നാളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നാളുകളാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയപ്പോൾ അതിനൊപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാക്കി. അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് ആ ചിന്താഗതിയിൽ നിന്ന് മുളപൊട്ടി അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ തദടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഇങ്ങനെ ഒരു സ്പെഷ്യൽ 3 പ്രാർത്ഥനകളും ഇല്ല. പിന്നെ റമദാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആശയത്തിന് വിരുദ്ധവുമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതായത് ഇപ്പൊ 3:10 ആദ്യ 10 റഹ്മത്ത്, പിന്നെ മഗ്ഫിറത്ത്, പിന്നെ ഇത്ഖും മിനന്നാർ എന്നാണല്ലോ ഇപ്പൊ ഇതിൽ പറയുന്നത്. വാസ്തവത്തിൽ റമദാനിന്റെ 30 നാളുകളും റഹ്മത്താണ്. റമദാൻ 30 ദിവസവും കാരുണ്യമാണ്. റമദാൻ 30 ദിവസവും പാപമോചനത്തിന്റെ ദിവസങ്ങളാണ്. റമദാനിലെ 30 ദിവസവും നരകമോചനത്തിന്റെ നാളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞില്ലേ എന്ത്? വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹു നരകാഗ്നിയിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നരകവിമോചിതരായ ഒരുപാട് ആളുകൾ അള്ളാഹുവിനുണ്ട് ഈ മാസത്തിൽ. അത് ഫീ കുല്ലി ലൈല എന്നാ പറഞ്ഞത്. അത് അവസാനത്തെ 10 എന്നല്ല, റമളാന്റെ എല്ലാ രാത്രികളിലും അതുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥനകൾക്കൊന്നും പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കാതെ എല്ലാ ദിവസവും നമുക്കിതൊക്കെ പ്രാർത്ഥിക്കാം. ഇതൊന്നും ഞാൻ നേരത്തെ ആമുഖത്തിൽ അതാണ് സൂചിപ്പിക്കാൻ കാരണം, ഇതൊന്നും അർത്ഥത്തിൽ തകരാറുള്ളതോ അല്ലെങ്കിൽ ഒരു തെറ്റായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതോ ഒന്നുമല്ല. അതുകൊണ്ട് നമുക്കൊക്കെ ഈ പ്രാർത്ഥനകൾ ചൊല്ലാം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയാം, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയാം, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയാം. പക്ഷേ അത് ആദ്യ 10, രണ്ടാം 10, മൂന്നാം 10 എന്ന് സ്പെഷ്യലൈസ് ചെയ്യരുത്. പ്രത്യേകമായിട്ട് അതാണ് ചൊല്ലേണ്ടത് എന്ന നിലക്ക് അങ്ങനെ 3 10കളിലേക്കുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനകളാക്കാൻ നമുക്ക് അനുവാദമില്ല. പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉദാഹരണം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. വലൈസ ലിഅഹദിൻ അൻ യസുന്ന ലിന്നാസി നൗഅൻ മിനൽ അദ്കാരി വൽ അദ്ഇയ ഗൈറിൽ മസ്നൂൻ വയജ്അലുഹാ ഇബാദത്തൻ റാത്തിബത്തൻ യുവാളിബു الناس عليها كما يواظبون على الصلوات الخمس بل هذا ابتداع
ദീനിൻ ലം യഅ്ദനില്ലാഹു ബിഹി. എന്താ ആശയം സഹോദരങ്ങളെ? ഒരാൾക്കും അനുവദനീയമായ കാര്യമല്ല എന്ത്? ജനങ്ങളോട് ഒരു സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ. ഏതെങ്കിലും ഒരു ദിക്റോ ഏതെങ്കിലും ഒരു ദുആയോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു പ്രത്യേക ദിക്റോ ദുആയോ അതൊരു നിത്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന നിലക്ക് ജനങ്ങൾ അത് എന്ത് ചെയ്യുന്നു? 5 നേര നിസ്കാരവും നിർബന്ധമായ കാര്യങ്ങളുമൊക്കെ പതിവാക്കുന്നത് പോലെ അവരതിൻ്റെ സമയവും ദിനവുമൊക്കെ കണക്ക് വെച്ചവരത് പതിവാക്കുന്ന നിലക്ക് ആളുകൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ദിക്റോ ഒരു സ്പെഷ്യൽ ദുആയോ പഠിപ്പിച്ചു കൊടുക്കുവാനോ ചര്യയാക്കി കൊടുക്കുവാനോ ഒരാൾക്കും അനുവാദമില്ല. മാത്രല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ബൽ ഹാദാ ഇബ്തിദാഉ ദീനിൻ ലം യഅ്ദനില്ലാഹു ബിഹി. അല്ലാഹു അനുവാദം തന്നിട്ടില്ലാത്ത കാര്യമാണ് മതത്തിൽ പുതിയതുണ്ടാക്കൽ. അതാണ് ഇപ്പൊ ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതത്തിൽ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന അപകടകരമായ കാര്യമാണ് ഇതിലൂടെയൊക്കെ വന്നു ചേരുന്നത്. പലപ്പോഴും ആളുകൾ ചോദിക്കും, എന്തിനാ മൗലൈമാരെ നിങ്ങൾ ഇതൊക്കെ എതിർക്കുന്നത്? ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ തകരാറ്? പ്രാർത്ഥിച്ചോളൂ സുഹൃത്തെ, നമ്മൾ പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അള്ളാന്റെ റസൂല് ആദ്യത്തെ 10-ൽ 2-ാം 10-ൽ 3-ാം 10-ൽ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കരുത്. അതേ അവസരത്തിൽ സമയവും ദിവസവും പ്രത്യേകത ഒന്നും കൽപ്പിക്കാതെ നമ്മൾ സാധാരണ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട മാസമല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഒരു വിരോധവുമില്ല. ഇതാണ് നമ്മൾ മതപരമായ കാര്യങ്ങളിൽ ബിദ്അത്തുകളുടെ അതിർവരമ്പുകൾ നിർണയിക്കുന്നിടത്ത് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യം. അത് ഇവിടേക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ, എല്ലാ വിഷയത്തിലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതുകൊണ്ട് ഉള്ളത് പോലെ ഗ്രഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടത് മാത്രം നമ്മൾ അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാത്തതാക്കി തന്നെ കണ്ട് മാറ്റിവെച്ചുകൊണ്ട് നാം നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നല്ല നല്ല കർമ്മങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുക. റഹ്മാനായ റബ്ബ് സ്വീകാര്യത നൽകി അനുഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. നരകത്തിയിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.